അവിടെ ഒന്നുമില്ല അളിയ. അവിടെ ഉണ്ടെന്ന് ഞാൻ കണ്ടതല്ലേ. അറിയാ ഒന്ന് നോക്ക്. ഞാൻ കണ്ടതാന്ന്. ഞാനിപ്പോ കണ്ടതാ. എന്നെ വിട്. അയ്യോ ഞാൻ കണ്ടതാന്ന്. എന്ത് എഴുതിയിട്ടുണ്ടായിരുന്നു അളിയ? അവിടെ ഒരു പച്ചത്തത്ത് പോലും അവിടെ മിണ്ടാതിരിക്കും. തുപ്പിക്കളയുന്ന ഞാൻ കൊടുക്കാം. താടിയല്ല അങ്ങോട്ട് മാറ്റി വെള്ളം ഒഴിക്ക്. ഒഴിച്ചു കൊടുക്ക. അങ്ങനെ അങ്ങനെ അടച്ചു പിടിച്ചോ. അടച്ചു പിടിച്ചോ. അടച്ചു പിടിച്ചോ. ഇറക്ക. അയ്യോ എന്റെ അമ്മോ എന്നെ കൊല്ലുന്നേ. ഇന്ദ്രജെ, ഏത് നേരവും ഇങ്ങനെ തളർത്തിക്കിടത്താനുള്ള മാർഗം ഉണ്ടോ എന്ന് അന്വേഷിക്കണം. അല്ലെങ്കിലേ വീണു ഇഴഞ്ഞു എവിടെയെങ്കിലും പോവും. എന്തായാലും നമുക്ക് മമ്മിയോടൊന്ന് ആലോചിക്കാം. ഇന്ദ്രജെ, അതെന്താ അവിടെ എന്തോ ഉണ്ടെന്ന് അളിയൻ പറഞ്ഞത്? ഇനി ആകാശത്തുനിന്ന് ദൈവം വല്ലതും പ്രത്യക്ഷപ്പെട്ടതാണ്. ഓരോരോ തോന്നല. വിജയ്, സ്ലേറ്റ്. സൂര്യ സാർ, ഞാനിവിടെയുണ്ട്. അപ്പോ സൂര്യ കണ്ടത് ഇതാ. നമ്മൾ വലിയ ബുദ്ധിമാന്മാരാണെന്ന് കരുതി, പക്ഷെ നമ്മളെക്കാൾ വലിയ ബുദ്ധി അവക്കാ. അവിടെ എവിടെയെങ്കിലും തൂങ്ങി കിടക്കുന്നുണ്ടാവും. രാജേട്ടാ, എന്തായാലും സൂര്യ സാർ അത് കണ്ടിരിക്കും, എനിക്ക് സംശയമില്ല. മമ്മിക്കൊരു കാര്യം കാണണോ? സൂര്യ സർ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇതെവിടെന്നാ? അവള് നന്ദിനില്ലേ, ടെറസിൽ നിന്ന് സൂര്യയുടെ മുറിയുടെ മുമ്പിലേക്ക് എഴുതി തൂക്കിയിട്ടിരുന്നതാ. സൂര്യ ഇത് കണ്ടു ആന്റി. അളിയനിത് വായിക്കാൻ വേണ്ടി കട്ടിൽ നിന്ന് താഴെ ചാടുകയും ചെയ്തു. ഞങ്ങൾ അവനെ പിടിച്ചിപ്പോ കട്ടിൽ കടത്തി മരുന്ന് കൊടുക്കുകയും ചെയ്തു. മമ്മി എന്തോ കണ്ടു എന്ന് സൂര്യ പറഞ്ഞിട്ടും ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോ ഒന്നും കണ്ടില്ലായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴല്ലേ സ്വർഗത്തുനിന്ന് കുറുമാനെ ഇറങ്ങി വരുന്നത് പോലെ ഇതിറങ്ങി വന്നത്. മമ്മി, നമ്മളൊക്കെ കരുതുന്ന പോലെ അവള് വെറും പൊട്ടിയൊന്നുമല്ല. നമ്മളെയൊക്കെ എങ്ങനെ മറികടക്കണമെന്ന് അവൾക്ക് കൃത്യമായിട്ട് അറിയാം. ആന്റി, ഇത് അപകടമാണ്.
നമ്മൾ മൂന്നുപേരും ഉറക്കം ഉളയ്ക്കുന്നുണ്ട് എന്നത് സത്യമാണ്. പക്ഷേ അപ്പുറത്തെ ആളുകൾ ഒരുപാടുണ്ട്. നന്ദിനി, അങ്കിൾ, വിവേക്, ആരതി, എന്തിന്? പിന്നെ അവളുടെ വാലാട്ടിയിട്ട് നടക്കുന്ന രാജു. ഇതിപ്പോ തന്നെ ചോദിക്കണം നമുക്ക്. അതിനൊരു വഴിയുണ്ട്. എന്താ മമ്മി?